കഴിഞ്ഞ 2 മണിക്കൂറിനിടെ വന്ന ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത ഈ മെക്സവന്റെ പ്രവർത്തനം സംബന്ധിച്ചാണ്. ജനയുഗം അക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തത് നമ്മൾ തലക്കെട്ടിലും കണ്ടതാണ്. അതേസമയം ഈ മെക്സവനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഈ പ്രവർത്തനം നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു എന്നതാണ് വാസ്തവം. പക്ഷേ ആ നിർദ്ദേശം പാലിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഗുരുതര വീഴ്ച വരുത്തിയിരിക്കുന്നു. ഈ വിഷയമാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും ശ്രദ്ധേയമായത്. വിവാദങ്ങൾക്ക് മുൻപ് തന്നെ സംസ്ഥാനത്തിന്റെ മെക്സവന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഇന്റലിജൻസ് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു സർക്കാർ. തീവ്രവാദ ശക്തികൾക്ക് കേരളത്തിൽ വളരാനുള്ള എല്ലാ വഴിയും സർക്കാർ ഒരുക്കുന്നു. ഗൗരവകരമായ ആരോപണം നിലനിൽക്കെയാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. അരുൺ കൊടുങ്ങൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, വളരെ വിശദമായി തന്നെ ഈ വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ മണിക്കൂറിൽ നമ്മളിത് ചർച്ചയാക്കുന്നു. കേന്ദ്ര ഇന്റലിജൻസ് നേരത്തെ തന്നെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു മെക്സവൻ ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. പക്ഷേ അത് ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, അത് നടന്നു കഴിഞ്ഞ് വളരെ വൈകി. ഇതിന് പിന്നിൽ ഇതിൻ്റെ രീതികൾക്ക് ചില തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് തോന്നുന്നു എന്ന തരത്തിൽ CPM-ന്റെ നേതാക്കൾ തന്നെ പ്രതികരിക്കുന്നു. പിന്നീട് അത് പിൻവലിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, അത് അവഗണിച്ചു എന്നുള്ളത് എത്ര വലിയ ഒരു വീഴ്ചയാണ്. പിന്നെ അത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മെക്സവന്റെ പ്രവർത്തനം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ കൃത്യമായി തന്നെ നടന്നു വരുന്ന ഒരു സമയത്ത് തന്നെ കേന്ദ്ര ഏജൻസികൾ കൃത്യമായി ഈ കാര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേന്ദ്ര ഇന്റലിജൻസ് സംസ്ഥാന സർക്കാരിനോട് മെക്സവന്റെ പ്രവർത്തനം കൃത്യമായി മനസ്സിലാക്കണം, കൃത്യമായി ഈ കാര്യങ്ങൾ നിരീക്ഷിക്കണമെന്നുള്ള ഒരു സന്ദേശം നൽകിയിരുന്നു. പക്ഷെ അത് പൂർണ്ണമായും അവഗണിക്കുകയാണ്. അത് മെക്സവന്റെ കാര്യത്തിൽ മാത്രമല്ല, തീവ്രവാദ ശക്തികളുടെ സാന്നിധ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി മുന്നറിയിപ്പ് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്നു. അത് പാടെ അവഗണിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എല്ലാ തവണയും സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരുന്നത്. അതിന്റെ ഒരു അപകട ഫലം തന്നെയാണ് പല സംഭവങ്ങളും കേരളത്തിൽ ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. നേരത്തെ തന്നെ പറഞ്ഞ പോലെ കേരളത്തിൽ തീവ്രവാദികൾക്ക് സ്വൈര്യമായി വിഹാരം നടത്താൻ അല്ലെങ്കിൽ സ്വൈര്യമായി പ്രവർത്തനം നടത്താൻ അത് കൃത്യമായ ഒരു വിളക്കൂറുള്ള ഒരു മണ്ണാക്കി മാറ്റുന്നു എന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അതിന് പൂർണ്ണ പിന്തുണ വലത് മുന്നണികൾ നൽകുന്നു എന്നുള്ളതും വലിയ രീതിയിൽ ചർച്ചയായ വിഷയം തന്നെയാണ്. അടുത്തിടെ ഉണ്ടായ എല്ലാ വിഷയങ്ങളും നമ്മൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ ഈ കൂട്ടുകെട്ട് കൃത്യമായി തന്നെ വരും. മെക്സവന്റെ കാര്യത്തിലും ഒരു CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, അതിൽ കൃത്യമായി എടുത്തു പറഞ്ഞാൽ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി തന്നെ അത് അക്കമിട്ട് പരസ്യമായി തന്നെയാണ് മെക്സവനെതിരെയുള്ള ആരോപണങ്ങൾ പൊതുയോഗത്തിൽ നിരത്തുന്ന സാഹചര്യം ഉണ്ടായത്. ശരി അരുൺ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഈ മെക്സവൻ എന്ന ഒരു വ്യായാമ സംവിധാനം അവിടെ നടന്നു. ഓക്കെ, അത് നടന്നു. പക്ഷെ അത് വിവാദത്തിലേക്ക് വരുന്നത് നമുക്കറിയാം. CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഇതിൻ്റെ രീതികൾക്ക് ഒരു തീവ്രവാദ സംഘടനയുമായി ചില സമാനതകൾ കാണുന്നു എന്ന് പറഞ്ഞതോടെയാണ് ഇത് വിവാദമാകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത്. പിന്നീട് ഇതൊരു വിഷയമേ അല്ല. ഇന്നിപ്പോൾ CPI-യുടെ മുഖപത്രമായ ജനയുഗത്തിൽ പറയുന്നത് വ്യായാമമല്ലേ, അതിലെന്ത് ജാതിയും മതവും എന്നൊക്കെയാണ്. പക്ഷേ കേന്ദ്ര ഇന്റലിജൻസ് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. ഇതിപ്പോൾ നിർദ്ദേശം അവഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതിന് പ്രവർത്തന അനുമതി നൽകിയത്, ഇത് നടക്കാനുള്ള അനുമതി നൽകിയത്. അത് നടന്നതിന് ശേഷം ചില സംശയങ്ങൾ പറയുന്നു, പിന്നീട് പിൻവലിക്കുന്നു. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, തീവ്രവാദ ശക്തികൾക്ക് വളരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയല്ലേ. ഇവിടെ നമുക്ക് പ്രകടമായി CPM-നുള്ളിലും കോൺഗ്രസിനുള്ളിലുമൊക്കെ ഈ കാലഘട്ടങ്ങളിലൊക്കെ കഴിഞ്ഞ 2 വർഷക്കാലം എടുത്ത് നോക്കിയാൽ പലപ്പോഴും പല പ്രതികരണങ്ങളുമായി നേതാക്കൾ തുടക്കത്തിൽ രംഗത്തെത്തുമെങ്കിലും പിറ്റേ ദിവസം ഇവരെല്ലാം മലക്കം മറിയുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം വഖഫ് ഭേദഗതി ബില്ലിൽ അദ്ദേഹം അവിടെ മുനമ്പം ജനതയെ അനുകൂലിച്ച് നിലപാട് സ്വീകരിച്ചു. പിറ്റേ ദിവസം ലീഗിന്റെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ മാറ്റുകയാണ്. ഇതൊരു സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രമായി മാറുന്നു. ഇത്തരം ഗ്രൂപ്പുകൾക്കെതിരെ, പ്രത്യേകിച്ചും ഈ വിഘടനവാദ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ പ്രതികരിക്കാനുള്ള ആർജവമില്ലാതെ ആയി പോകുന്നു. CPM ഒരു കാലത്ത് നമുക്കറിയാം ഇത്തരം സംഘടനകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന പ്രസ്ഥാനമായിരുന്നു. ഇന്ന് അവർക്കെല്ലാം അവരുടെ ഭരണ സ്വാധീനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് CPM അധപ്പതിച്ചിരിക്കുന്നു എന്ന് കാണുന്നത് ഏറ്റവും വലിയ ഗൗരവകരമായ വിഷയമാണ്. സംസ്ഥാനം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു വ്യായാമ സംഘടനയെങ്കിൽ പേര് പറഞ്ഞാൽ പോലും അതിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ, അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്, അതിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തിരിച്ചറിയണമെന്ന് ഇവിടെ പറഞ്ഞത് നമ്മളാരുമല്ല, CPM തന്നെയാണ്.
അപ്പൊ അവര് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം രാവിലെ നിലപാട് തിരിച്ചുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇവർ സമ്മർദ്ദ ഗ്രൂപ്പായി മാറിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പുറകിലുള്ള രാഷ്ട്രീയവും അതിന്റെ പുറകിലുള്ള മതവും നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു തന്നെ ചെയ്യും. അതായത് ഈ CPM ജില്ലാ സെക്രട്ടറി ആ വാക്കുകൾ പിന്നീട് തിരുത്തിയപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായതാണ് അത് അറിയാതെ ഒന്ന് പ്രതികരിച്ചു പോയതാണ്. കൃത്യമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയാതെ ഒന്ന് പ്രതികരിച്ച്, അല്ലെങ്കിൽ CPMന്റെ ഭാഗത്ത് നിന്ന് അറിയാതെ ഒന്ന് പ്രതികരിച്ചു പോയതാണെന്ന് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് വായടപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായി. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഈ കേന്ദ്ര ഇന്റലിജൻസിന്റെ നിർദ്ദേശം നിലനിൽക്കെ എന്തുകൊണ്ടൊന്ന് നിരീക്ഷിക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ്. അതിന് കൃത്യമായി അജണ്ട ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കണ്ടേ? അല്ല, 100%. ഇത് ഇവിടെ മാത്രമല്ലല്ലോ, കേരളത്തിൽ ഉടനീളം നടക്കുന്ന ഇത്തരം സംഘടനകളുടെ ഇവിടെ എടുത്തു പറയേണ്ട സംഘടനകൾ നമുക്കറിയാം. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുള്ള നിരവധി സംഘടനകളെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നുള്ള നിർദ്ദേശം ലഭിച്ചിട്ടും അതിൽ നല്ലൊരു ശതമാനവും ആളുകളും വളരെ സുഗമമായി അവരുടെ സംഘടനാ പ്രവർത്തനം, രാജ്യവിരുദ്ധ പ്രവർത്തനം കേരളത്തിൽ നടക്കുകയാണ്. ഒരു കാര്യം തീർത്തു പറയാം, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കാലത്ത് കാശ്മീരിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കതിന് നൂറുകണക്കിന് തെളിവുകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിനിടയിലേക്ക് വലിയ രീതിയിലുള്ള പ്രചരണം ഇവർ അയച്ചുവിടുകയാണ്. ഇവിടെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ രാജ്യത്ത് നമ്മൾ രണ്ടാം തര പൗരന്മാരാണെന്നും ഇവിടെ മുസ്ലിം സഹോദരങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള ഭീതി ജനിപ്പിക്കുകയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ എന്നെ കേൾക്കുന്ന നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇത് ഈ രാജ്യത്തിനും സമുദായത്തിനും വിരുദ്ധമായിട്ടുള്ള ശക്തികളാണ്. അവര് ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ ഭീതി ജനിപ്പിച്ചുകൊണ്ട്, നമുക്കറിയാം 10 വർഷമായി നരേന്ദ്രമോദി ഭരിക്കുന്നു. ലോകത്ത് ഇന്ന് ഇസ്ലാം സഹോദരങ്ങൾ ഏറ്റവും സമാധാനകരമായി ജീവിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. അത് മനസ്സിലാക്കാതെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ശക്തികളുടെ പ്രചരണങ്ങളിൽ ഇവിടുത്തെ സമൂഹം പെട്ടുപോകരുത്. ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ പ്രതികരിക്കുവാൻ, ഇത്തരത്തിലുള്ള വർഗീയ സംഘടനകൾക്കെതിരെ പ്രതികരിക്കാൻ മുസ്ലിം സമുദായം ഉണരണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അത് താങ്കൾ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ ഇതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു തീവ്രവാദ നിലപാട് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ആരായാലും, അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. ഇപ്പോൾ ശ്രീ വത്സൻ തില്ലങ്കേരി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വത്സൻ തില്ലങ്കേരി, കേന്ദ്ര ഇന്റലിജൻസിന്റെ നിർദ്ദേശം കൃത്യമായി MEC-7 കുറിച്ച് ഉണ്ടായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് പുറത്തു വരുന്ന ദിവസം തന്നെ ജനയുഗത്തിന്റെ മുഖപ്രസംഗം താങ്കൾ വായിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. വ്യായാമത്തിന് എന്ത് ജാതിയും മതവും എന്നാണ്. പക്ഷേ ഈ MEC-7ന്റെ പ്രവർത്തനം നിരീക്ഷിക്കണം എന്ന കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്തെങ്കിലും കാരണം അതിൽ ഉണ്ട് എന്നുള്ളത് തീവ്രവാദ ശക്തികൾക്ക് വളരാൻ അവസരം ഒരുക്കുന്നു എന്ന കാര്യം വ്യക്തമാവുകയാണ് സർക്കാരിന്റെ ഈ നിലപാടിലൂടെ. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആ നിരോധനം അതിജീവിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ നിരവധി വ്യായാമ കൂട്ടായ്മകൾ അവർ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു, പരാതികളുണ്ടായിരുന്നു. ഇപ്പോൾ MEC-7 സംബന്ധിച്ചിടത്തോളം ആരംഭിച്ചത് എങ്ങനെയാണെങ്കിലും കഴിഞ്ഞ കുറെ വർഷങ്ങളായി അത് പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്നിൽ നിന്നുള്ള സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, നിരോധിക്കുന്നതിന് മുമ്പ് അവർ മുന്നിൽ നിന്ന് തന്നെ സ്ഥലത്തും ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതായി തെളിവുണ്ട്. പക്ഷെ പ്രശ്നം, അവരാദ്യം തന്നെ ഈ മുസ്ലിം രാഷ്ട്രീയത്തിലെ പ്രമുഖന്മാരായ ആളുകളെ വശത്താക്കുകയും അങ്ങനെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും അതുപോലുള്ള CPMന്റെ ഉൾപ്പെടെയുള്ള മുസ്ലിം നേതാക്കളെ ഇതിൽ പങ്കാളികളാക്കുകയും ചെയ്തിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അവര് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് മുഖം മൂടിയിട്ടുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നത്. അവർ പറയാനുള്ള കാര്യങ്ങൾ പച്ചക്ക് പറയാറില്ല. അവര് ആവരണങ്ങൾ ഇട്ടുകൊണ്ടാണ് പ്രവർത്തിക്കാറുള്ളത്. മനുഷ്യാവകാശ സംഘടനകളുടെ രൂപത്തിലും അതുപോലെ കായിക വേദികളുടെ രൂപത്തിലും അതുപോലെ സോൾഡാറ്റ് പോലുള്ള യുവജന സംഘടനകളുടെ പേരിലും പരിസ്ഥിതി പ്രശ്നം ഉന്നയിച്ചുകൊണ്ടും ആദിവാസി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ദളിത് പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അതുപോലെ തന്നെ കായിക പരിശീലനം നടത്തിക്കൊണ്ടുമൊക്കെയാണ് അവർ നടത്താറുള്ളത്. പോപ്പുലർ ഫ്രണ്ട് ഉള്ള സമയത്ത് തന്നെ അവര് ഈ കായിക ദിനങ്ങൾ ആചരിക്കുകയും അതുപോലെ തന്നെ കൂട്ടയോട്ടങ്ങൾ നടത്തുകയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുമായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്കൊരു മറയാണ്.
വിഷയമായി ഇത് നേരത്തെ ഈ കാര്യം കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ ഈ കാര്യം മനസ്സിലാക്കി സംസ്ഥാനത്തിന് ആവശ്യമായി മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കേരളം എല്ലാ കാലത്തും ഭീകരവാദികളുടെ കേന്ദ്രമായിരുന്നു. ഭീകര പരിശീലന കേന്ദ്രങ്ങൾ നടന്നിരുന്നു. അവർക്ക് ആവശ്യമായ ബോംബ് നിർമ്മാണം ഉൾപ്പെടെയുള്ള ആളുകളെ കൊല്ലാൻ ഉൾപ്പെടെയുള്ള പരിശീലനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ. രാജ്യത്തിന്റെ എവിടെ സ്ഫോടനം നടന്നാലും കൊലപാതകം നടന്നാലും പൊട്ടിത്തെറികൾ നടന്നാലും അതിനൊരു കേരള ബന്ധമുണ്ടായിരുന്നു. കേന്ദ്ര ഏജൻസികൾ വന്ന് ഇവിടെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്താണ്, അന്വേഷണം നടത്തുന്ന സമയത്താണ് ഇവിടുത്തെ ആളുകൾ, ഇവിടുത്തെ പോലീസ്, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ആ കാര്യം അറിയാറുള്ളത്. അതിനു മുമ്പ് എന്തു പരാതി ഉണ്ടായാലും അവരതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല. പോലീസിനെ ഇവിടെ നിർവീര്യമാക്കിയിരിക്കുകയാണ്. ഈ ഇത്രയും 5-8 വർഷക്കാലത്തെ CPM-ന്റെ ഭരണത്തിലും അതിനു മുമ്പത്തെ ഭരണത്തിലാണെങ്കിലും ഭരണകക്ഷികളുടെ നിർലോഭമായ പിന്തുണയിലും അവരുടെ ചിറകിനടിയിലുമാണ് ഈ ഭീകര പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവര് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളത് അവരുടെ നയമാണ്. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്നെ നേരത്തെ മോഹൻ മാസ്റ്റർ ഈ കാര്യം അന്ന് അറിയാതെ അങ്ങ് വിളിച്ചു പറഞ്ഞു പോയി. പക്ഷേ CPM എന്ത് ചെയ്തു? മോഹൻ മാസ്റ്റർ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കുകയാണ് ചെയ്തത്. എന്താണ് അവർ പറയുന്നത്? ഇപ്പോൾ ജനയുഗത്തിന്റെ മുഖപ്രസംഗം, ആ ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിലും അവർ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസാണ് നോക്കേണ്ടത്, അല്ല അന്വേഷണ ഏജൻസികളാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു. ഭരണകക്ഷിയുടെ ഒരു മുഖപത്രമാണ് ഈ കാര്യം പറയുന്നത് എന്നത് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഏജൻസികൾ മുന്നറിയിപ്പ് കൊടുത്തിട്ട് ഇവിടുത്തെ പോലീസ് എന്താണ് ചെയ്തത്? ഭരണകക്ഷിയുടെ CPIക്ക് അതിൽ ഉത്തരവാദിത്വമില്ലേ? അവര് ഈ മെക്സോനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ. അവരിന്ന് ന്യായീകരിക്കുകയാണ് ചെയ്തത്. അവർക്ക് ആവശ്യത്തിലധികം പ്രശസ്തി ഉണ്ടായിരിക്കുന്നു, അവർ അന്താരാഷ്ട്ര പ്രശസ്തി ഉണ്ടായിരിക്കുന്നു എന്നൊക്കെയാണ് മുഖപ്രസംഗത്തിൽ വളരെ വാചാലമായി വിവരിക്കുന്നത്. അതിൽ ഇടപെട്ട മതശക്തികളെയും അതുപോലെ തന്നെ രാഷ്ട്രീയ ശക്തികളെയും എതിർക്കുന്നു. ഇതൊക്കെ BJPയെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് പറയുകയാണ്. എല്ലാത്തിനും BJPയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, BJPയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ പ്രവർത്തനങ്ങൾക്കും അരുനിൽക്കുകയും പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഇവിടെ ഇടതും വലതുമുള്ള ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇത് ഭീകര ശക്തികൾ അവരെ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ, ദേശീയ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ നിരോധിക്കപ്പെട്ടുവെങ്കിലും അവർക്ക് തലങ്ങും വിലങ്ങും പ്രവർത്തിക്കാനുള്ള, മുഖം മൂടിയിട്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ വാതാവരണവും ഇവിടെ ഒരുക്കപ്പെടുന്നു. എല്ലാ പിന്തുണയും ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നു, മാധ്യമങ്ങൾ പോലും നൽകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. നേരത്തെ തന്നെ ഈ പ്രശ്നം ചർച്ചയ്ക്ക് വന്ന സമയത്ത് എന്താണ് ഇവിടുത്തെ ഒരു വിഭാഗം മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ എടുത്ത നിലപാടെന്താണ്? അവര് ഈ പ്രവർത്തനത്തെ പിന്തുണക്കുന്ന നിലപാടാണ് നിൽക്കുന്നത്. അവര് ഇതിന്റെ ആപത്ത് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇതിന്റെ ഭീഷണി എന്താണ് എന്ന് മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ഭീകരവാദികൾ അവരുടെ നിരോധനത്തെ മറികടക്കാൻ വേണ്ടി സമൂഹത്തിലെ മിക്കവാറും എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ CPM എന്ന ഈ പ്രശ്നത്തിന്റെ പേരിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി രാജിവെച്ചിട്ട് അയാൾ നടത്തിയ പ്രസ്താവന എന്താണ്? അയാൾ മുസ്ലിമാണ്. അയാൾ പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് മോഹൻ മാഷ് നടത്തിയെന്നോ. അപ്പോ ഇത് എന്താണ്? അവർ പറയുന്ന എല്ലാവരുടേതുമാണ് സംഘടന എന്നാണ്. ഇപ്പോ അവരെന്താണ് പറയുന്നത്? ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നീക്കമാണ് നടത്തുന്നത് എന്നാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നീക്കമാണ് നടത്തുന്നത്, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നീക്കമാണ് നടത്തുന്നത്, മുസ്ലിങ്ങൾ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നത് പറയുമ്പോൾ സംഗതി വ്യക്തമല്ലേ? എല്ലാവരും ഇതിലുണ്ട് എന്ന് പറയുക, പക്ഷെ ഇത് ന്യൂനപക്ഷത്തിൻ്റെത് മാത്രമാണെന്ന് പറയുക, എന്നിട്ട് ഞങ്ങൾ ആക്രമിക്കുന്നു, വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, ഞങ്ങൾക്കെതിരെ പ്രതിഷേധം നടത്തുന്നു, പ്രതിരോധം നടത്തുന്നു എന്ന് പ്രചരിപ്പിക്കുക. അപ്പൊ അതവരുടെ സ്ഥിരം ഏർപ്പാടാണ്. അങ്ങനെ ഈ ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ നടത്തി ന്യൂനപക്ഷങ്ങളുടെ പരിവേഷത്തിന് പുറകിൽ ഒളിക്കുക എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ സ്ഥിരം പരിപാടിയാണ്, ജമാഅത്തെ ഇസ്ലാമികളുടെ സ്ഥിരം ന്യായീകരണമാണ്. അപ്പൊ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ, സംസ്ഥാന പോലീസോ സംസ്ഥാനത്തെ രഹസ്യാന്വേഷണ സംവിധാനങ്ങളോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അതിശക്തമായ അന്വേഷണം നടത്തിയിട്ട് ഇതിന് പുറകിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം. യെസ്, വളരെ നന്ദി ശ്രീ വത്സൻ തില്ലങ്കേരി. എന്തായാലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൽ ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ കൃത്യമായൊരു നിരീക്ഷണം വേണം, ഒരു അന്വേഷണം വേണമെന്ന കാര്യം തന്നെയാണ് ശ്രീ വത്സൻ തില്ലങ്കേരി വ്യക്തമാക്കുന്നത്. അരുൺ കൊടുങ്ങൂരിലേക്ക് വീണ്ടും. അരുൺ, അങ്ങനെയെങ്കിൽ ഈ MEC-7 ഇവിടെ നടന്നതിൽ, പിന്നീട് അതിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ, വിവാദങ്ങളെ അടിച്ചമർത്തിയതിൽ, ഇപ്പോൾ ജനയുഗത്തിൻ്റെ മുഖപ്രസംഗം അടക്കം ഇതെല്ലാം സർക്കാർ നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് അത്ര നിഷ്കളങ്കമല്ല എന്ന് കരുതേണ്ടി വരും. കാരണം ഈ ഇന്റലിജൻസ് നിർദ്ദേശം കയ്യിലിരിപ്പുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഈ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് കേന്ദ്ര ഇന്റലിജൻസ് നൽകിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഈ വിഷയത്തെ പറ്റി കൃത്യമായ
ഒരു ധാരണയുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായ ഒരു അറിവുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. ഈ സമയത്ത് തന്നെയാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരിലായ മുഹമ്മദ് റിയാസ് ഇത്തരത്തിൽ പ്രവർത്തനം നടത്തുന്ന ഈ മെക്സവന് ഒരു ആശംസാ പത്രം കൈമാറിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മോഹനൻ മാസ്റ്ററുടെ ഈ ഒരു ആരോപണത്തെ അത് മെക്സവൻ എങ്ങനെയാണോ പ്രതിരോധിച്ചത്, ഈ മുഹമ്മദ് റിയാസിന്റെ പ്രശംസാ പത്രം അത് CPM-ന്റെ വായ അടപ്പിക്കാനുള്ള കൃത്യമായ തന്ത്രമായി അത് അവർ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അവരുടെ ആദ്യ പ്രതികരണവും അങ്ങനെയായിരുന്നു. ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള കൃത്യമായ ഒരു മറുപടി സമൂഹത്തിന് മുന്നിലേക്ക്, പാർട്ടിക്ക് മുന്നിലേക്ക് ഇവരിടുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഈ ഒരു വിവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് തങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തീവ്രമായ ശ്രമം അത് തന്നെയാണ് ഇവർ അവിടെ നടത്തുകയും ചെയ്യുന്നത്. അതിന്റെ പ്രതിഫലനം തന്നെയാണ് ഈ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിക്ക് നിലപാടെടുക്കേണ്ടി വന്നു. അദ്ദേഹത്തെ പിന്തുണച്ച് ഒരാൾ പോലും എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ രാഷ്ട്രീയമായി കോൺഗ്രസും കണ്ടിരുന്നു. വലിയ രീതിയിലുള്ള പിന്തുണ മെക്സവന് കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഇത്തരത്തിലുള്ള ദുരൂഹമായ വിഷയങ്ങളിൽ പോലും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിലേക്ക്, അല്ലെങ്കിൽ മെക്സവനെ സഹായിക്കുന്ന കാര്യത്തിൽ ഇടത് വലത് മുന്നണികൾ ഒരുപോലെ നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഒരു സംഭവം. വീണ, തീവ്രവാദ ശക്തികൾക്ക് വളരാൻ അവസരം കൊടുക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കേന്ദ്ര ഇന്റലിജൻസിന്റെ നിർദ്ദേശം അവഗണിച്ചിരുന്നു സംസ്ഥാന സർക്കാർ എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ, അതിനൊരു നിരീക്ഷണം വേണമെന്ന കാര്യം നേരത്തെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ സർക്കാർ അത് പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു. അതേസമയം ഇന്ന് പലപ്പോഴായി ചൂണ്ടിക്കാണിച്ച മറ്റൊരു വിഷയമാണ് ജനയുഗത്തിൽ വന്ന മുഖപ്രസംഗം. മെക്സവനെ അനുകൂലിച്ചുകൊണ്ടാണ് CPI മുഖപ്രസംഗം എഴുതിയത്. വ്യായാമത്തിന് എന്ത് ജാതിയും മതവും രാഷ്ട്രീയവും എന്ന് CPI മുഖപത്രം ചോദിക്കുന്നു. ജനയുഗം ഈ വിഷയം ഉയർത്തിയത്. വർഗീയ ശക്തികൾ നുഴഞ്ഞു കയറി വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു, ജനകീയ വ്യായാമമാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കണമെന്നും പരാമർശിക്കുന്നു. വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, ഈ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് ഇത്തരത്തിൽ നടന്ന ഒരു വ്യായാമ പരിപാടി, അതിൻ്റെ തുടക്കവും ഇങ്ങനെ ആയിരുന്നു എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് നിർദ്ദേശവും ഒക്കെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഇതിനെ തുടർച്ചയായി വീണ്ടും ഭരിക്കുന്ന സർക്കാരിൻ്റെ മുന്നണിയിൽപ്പെട്ട ഒരു പാർട്ടി ഇങ്ങനെ വെള്ളപൂശുന്നത്? തീർച്ചയായിട്ടും ഈ മെക്സവൻ എന്ന തീവ്രവാദ സംഘടന, അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കപ്പെടുന്ന ഈ സംഘടനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും വിവാദങ്ങളും കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് CPIയുടെ മുഖപത്രമായ ജനയുഗം ഇത്തരത്തിലുള്ള ഒരു മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. വ്യായാമത്തിൽ എന്ത് ജാതി എന്ത് മതം എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് മുഖപ്രസംഗത്തിലെ വരികൾ തുടങ്ങുന്നത്. എന്തായിരുന്നാലും നിലവിൽ CPM-ന്റെ നിലപാടിനെ തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനന്റെ നിലപാടുകളെ തള്ളിക്കൊണ്ട് തന്നെയാണ് CPIയുടെ മുഖപത്രമായ ജനയുഗം മുഖപ്രസംഗം അച്ചടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും നിലവിൽ സംഘപരിവാർ സംഘടനകളുടെ പേരിൽ ഇതൊന്ന് ചാരി വയ്ക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് CPI ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സംഘപരിവാർ സംഘടനകൾ ഇതിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ആ ആക്ഷേപങ്ങൾ ചാടി വീണത് സംഘപരിവാർ സംഘടനകളാണ് എന്നൊക്കെ പറഞ്ഞ ഒരു മുഖപ്രസംഗമാണ്, അല്ലെങ്കിൽ മുഖപ്രസംഗമാണ് ഈ ജനയുഗത്തിന്റെ മുഖപത്രത്തിൽ എഴുതിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയങ്ങൾ വിവാദമായി കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ വിവാദങ്ങൾ ഒരു വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ ഈ വിഷയത്തിൽ നിലപാട് പരസ്യമായി തന്നെ ഒരു പൊതുപരിപാടിയിൽ പ്രസംഗത്തിലൂടെ വിളിച്ചു പറയുമ്പോൾ അതിൽ നിന്ന് ഒരു പരിധിവരെ വിവാദങ്ങൾ കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ P മോഹനൻ താഴേക്ക് പോയിരിക്കുന്നു. നിലപാടുകൾ മയപ്പെടുത്തി P മോഹൻ രംഗത്തെത്തുന്ന സാഹചര്യത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഈ മെക്സവൻ എന്ന സംഘടനയെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി, അതിന്റെ ഭാരവാഹികളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് അനുകൂലമായ പ്രസ്താവന ഇറക്കുന്ന സാഹചര്യവും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ വർഗീയവാദ ശക്തികളെ, അല്ലെങ്കിൽ തീവ്രവാദ ശക്തികളെ ഒപ്പം കൂട്ടി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇത്തവണ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിന്റെ ആദ്യ തുടക്കം തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം P മോഹനെ തള്ളിക്കൊണ്ട് CPM-ന്റെ ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നു. സമാനമായ രീതിയിൽ P മോഹന്റെ നിലപാടുകളെ തള്ളിക്കൊണ്ട് CPI രംഗത്തെത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനയുഗം പത്രത്തിലെ മുഖപ്രസംഗവും അത്തരത്തിൽ തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത്. വീണ. ശരി വിനീഷ്, ഏതായാലും ഈ ആദ്യ 18 മിനിറ്റ് നമ്മൾ ഈ വിഷയം മെക്സവനെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. കാരണം ഇത് വലിയ
ആശങ്കയുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതിന് വിവിധ തരത്തിൽ വെള്ളപൂശുന്ന നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അതേസമയം കേന്ദ്ര ഇന്റലിജൻസിനെ സംശയത്തോടെ കാണുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഈ വിഷയം നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തത്.